അന്യം ചിങ്കുത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 3:45 കൂടി ജങ്കൂക്ക് തൻ്റെ ബ്രദറിൻ്റെയും അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെയും കൂടെ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഡ്രങ്കൺ കേവോട്ടിക് ലൈവ് വന്നിരുന്നു. ഇനി ഹൈബ് വ്യൂവേഴ്സിന് ഡിലീറ്റ് ആക്കി ഈ ഒരു ലൈവിനെ കുറിച്ചും അതിനുള്ളിൽ പറഞ്ഞ സംഭവങ്ങളെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ വക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ജങ്കൂക്ക് കുടിച്ചിട്ട് ലൈവ് വരുന്ന ഇത് ആദ്യമായിട്ടല്ല, പക്ഷെ ഇങ്ങനെ കുടിച്ചിട്ട് ഇതുപോലെ പറഞ്ഞിട്ട് ഒരു ലൈവ് വരുന്ന ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളിതിൽ തൻ്റെ കമ്പനി പറയണ്ടെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആർമീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കമ്പനി ഉടനടി കാണിച്ചും ചെയ്തു. വേറെ നല്ല ഈ ഒരു ലൈവ് വ്യൂവേഴ്സിന് കമ്പനി ഡിലീറ്റ് ആയി കളഞ്ഞു. അപ്പോൾ ഈ ലൈവിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒരാൾ പാട്ട് പാടുന്നത് കേൾക്കാൻ പറ്റും. ജങ്കൂക്കാണ് സ്ക്രീനിൽ വരുന്നത്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് പാടുന്ന ജങ്കൂക്കിൻ്റെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഇനി ഫ്രണ്ടിൻ്റെയും സ്വന്തം ബ്രദറിൻ്റെയും കൂടെയാണ് ജങ്കൂക്ക് ഈ ഒരു ലൈവ് വന്നിരുന്നത്. ഇനി ഈ ലൈവിൽ അവരുണ്ടെങ്കിൽ പോലും അവരുടെ ഫേസ് ഒന്നും ജങ്കൂക്ക് ഇതിൽ കാണിക്കണില്ല കേട്ടോ. ഇനി ഒരു ഫ്രണ്ട് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ജങ്കൂക്ക് തൻ്റെ ഏട്ടനോട് നെക്സ്റ്റ് പാട്ട് പാടാൻ പറയുന്നുണ്ട്. പക്ഷേ ഏട്ടൻ പാടാതിരിക്കുമ്പോൾ ജങ്കൂക്ക് പറയുന്നുണ്ട് ഏട്ടൻ നന്നായിട്ട് പാടുമല്ലോ, അതുകൊണ്ട് ഏട്ടൻ പാടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജങ്കൂക്കിൻ്റെ ഏട്ടൻ മടിച്ച് പഠിച്ചിട്ടാണെങ്കിൽ ഈ ഒരു പാട്ട് പാടുന്നുണ്ട്. ഇനി സത്യം പറയാലോ, ജങ്കൂക്കിൻ്റെ ഏട്ടനും ഫ്രണ്ടും ഒക്കെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ജങ്കൂക്ക് എടുത്ത് പറയണുണ്ട്. അതായത് ഫ്രണ്ടും നന്നായിട്ട് പാടുന്നുണ്ട്, ബ്രദറും നന്നായിട്ട് പാടുന്നുണ്ട് എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാര്യമൊക്കെ ജങ്കൂക്ക് ഇംഗ്ലീഷിലാണ് കേട്ടോ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ജങ്കൂക്കിൻ്റെ ഇംഗ്ലീഷ് ശരിയാവാത്തതുകൊണ്ട് ഫ്രണ്ടിനോട് നീ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുമല്ലോ, അതുകൊണ്ട് നീ ഇംഗ്ലീഷിൽ പറയുന്നൊക്കെ ജങ്കൂക്ക് പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അവർ ജങ്കൂക്കിനോട് പാട്ട് പാടാൻ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കൂക്ക് ഞാൻ നേരത്തെ കുറേ പാടിയതുകൊണ്ട് ഇനി പാടണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കൂക്കിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട് നീ പാടണ കേൾക്കാനുള്ള ഇവരൊക്കെ നിൽക്കുന്നത്, അതായത് ആർമീസിനെയാണ് ജങ്കൂക്കിൻ്റെ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജങ്കൂക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാടാത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജങ്കൂക്കിൻ്റെ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആൾ കുടിച്ചിട്ട് കുറച്ച് ഫിറ്റാണെന്നുള്ള കാര്യം. ഇനി ഇവർ ഈ ഒരു പാടുന്നതിൻ്റെ ഇടയ്ക്കാണ് ജങ്കൂക്ക് ലൈവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ലൈവ് ജങ്കൂക്ക് വരുമ്പോൾ അവരൊക്കെ ആകെ അങ്ങോട്ട് സ്റ്റക്കായിട്ട് കുറച്ച് നേരം സൈലൻ്റ് ആയി പോകുന്നുണ്ട്. ആ ഒരു കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ജങ്കൂക്ക് പറയുന്നുണ്ട് ഞാൻ എൻ്റെ റിയൽ സെൽഫിൽ ലൈവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരോട് സാധാ പോലെ നിങ്ങൾ പെരുമാറിയ മതിയെന്ന് ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ അവരെ കൊണ്ട് ജങ്കൂക്ക് പാട്ട് പാടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജങ്കൂക്കും ജസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് പാട്ട് പാടുമ്പോൾ. എന്നിട്ട് ജങ്കൂക്ക് പറയുന്നുണ്ട് തൻ്റെ ആ ഒരു ഫ്രണ്ട് നന്നായിട്ട് പാട്ട് പാടും, അതേപോലെ തന്നെ അവൻ ഈ പാട്ടിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്, ഇതിൻ്റെ ക്ലാസ്സൊക്കെ അവൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ബ്രദറിന് ഇതിലൊന്നും താല്പര്യമില്ല, പക്ഷെ എന്നാലും തൻ്റെ ബ്രദർ നന്നായിട്ട് പാടും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രദറിനോട് ജങ്കൂക്ക് ചോദിക്കുന്നുണ്ട് ഇനി താല്പര്യം എങ്ങനെ ഉണ്ടോ എന്ന് ജങ്കൂക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് പറയുന്നത് ആർമീസിനോടാണ്. അതായത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ആർമീസ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈവ് വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ താൻ നല്ല ബിസിയാണ്, ഇപ്പോഴത്തെ ഷെഡ്യൂളൊക്കെ നല്ല ബിസിയാണെന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. തനിക്ക് മുടി കഴുകാൻ പോലും ടൈമില്ല, ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ ടൈമില്ല എന്നുള്ള കാര്യമൊക്കെ ജങ്കൂക്ക് പറയുന്നുണ്ട്. അതായത് കംബാക്കിൻ്റെ ആ ഒരു തിരക്കാണല്ലോ, അപ്പോൾ ആ ഒരു തിരക്കിലായിരുന്നു ഈ ഫെബ്രുവരി മാസം മൊത്തം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മാർച്ചും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ജങ്കൂക്ക് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ആ ഒരു ഫ്രണ്ട് അവിടെ അടുത്തിരുന്നിട്ട് വലിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് സ്ക്രീനിൽ കാണുന്നില്ലെങ്കിലും വലിക്കുകയാണ്. അത് കാണുന്നില്ലെങ്കിൽ പോലും ജങ്കൂക്ക് അവിടെ ഇരുന്നിട്ട് ഫ്രണ്ടിനോട് നിനക്ക് എൻ്റെ അടുത്തിരുന്നിട്ട് ഈ വലിക്കുന്ന നേരം വല്ല പാട്ടും പാടിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അതായത് ജങ്കൂക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിനോടും ബ്രദറിനോടും പാട്ട് പാടാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിനോട് ജങ്കൂക്ക് എന്തിനാ വലിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് ഇനിയിപ്പോൾ ലൈവ് വരുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ മനുഷ്യനല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് എന്താണെന്നറിയില്ല ഞാനങ്ങ് ലൈവ് ഓൺ ആക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് പറയണത് ജങ്കൂക്ക് ഇങ്ങനെ ഒരു ലൈവ് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ തൻ്റെ ഫ്രണ്ടും ഏട്ടനും ഒന്ന് അന്തം വിട്ട് പോലെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ലൈവ് ഇങ്ങനത്തെ വരാറില്ലല്ലോ, അതുകൊണ്ട് അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് സംസാരിക്കണത് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജങ്കൂക്ക് പറയണത് പിന്നെ എന്താ വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഞാനായിട്ട് നിങ്ങളെ മുന്നിൽ വരാനും ഞാനായിട്ട് നിങ്ങളെ മുന്നിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഇനി കമ്പനി എന്താ പറയാന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ പോലെ ഇനി തൊട്ട് ഞാൻ ജീവിക്കാൻ പോവുക പറയുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫ്രണ്ട് എന്തോ ചോദിക്കുമ്പോൾ ജങ്കൂക്ക് പറയുന്നുണ്ട് എനിക്കറിയില്ല, ഈ കുടിച്ചിട്ട് സംസാരിക്കണത് ഈ ചെയ്യണതൊക്കെ ഞാൻ തന്നെയല്ലേ, അതിനെന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ജങ്കൂക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് പറയുന്നുണ്ട് ഇനി ഇതൊക്കെ കോൺട്രവേഴ്സി ആവുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നാലും വേണ്ടില്ല നിങ്ങൾ സംസാരിച്ചോ എന്ന് ബ്രദറിനോടും ഫ്രണ്ടിനോടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനീനെ പറ്റിയൊന്നും പേടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജങ്കൂക്കും ഫ്രണ്ടും ബ്രദറും ഒക്കെ കൂടി പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് കഴിഞ്ഞ് ജങ്കൂക്ക് ഫ്രണ്ടിനെയും ബ്രദറിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബ്രദർ വരയ്ക്കണതും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രദറിനെ ആർമീസിനെ അറിയായിരിക്കും എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. അതേപോലെ തനിക്കിപ്പോൾ ഉറക്കം കുറവാണെന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജങ്കൂക്ക് പറയുന്നത് ഇതിന് മുന്നേ ജങ്കൂക്ക് വലിക്കുന്നതിനെ കുറിച്ച് ഒരു കോൺട്രവേഴ്സി വന്നിരുന്നല്ലോ, അതിനെ കുറിച്ചാണ് കേട്ടോ ജങ്കൂക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ വലിക്കണില്ലല്ലോ എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ജങ്കൂക്ക് പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ വലിക്കണില്ല, പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു വയസ്സൊക്കെ ആയില്ലേ, 19 വയസ്സൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ സാധാരണ ഉള്ള ഒരു കാര്യമല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇതാക്കണ്ടോ എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കൂക്കിൻ്റെ ബ്രദർ സൂക്ഷിക്കണം
വലിക്കുന്നത് നല്ലതാണെന്നുള്ള പറയുന്നുണ്ട്. ആ സമയത്ത് ജങ്കൂക്ക് ആർമീസിനോട് ഞാൻ നല്ലോണം വലിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടി ഞാനൊരു സംഭവം നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കണ്ട് കമ്പനി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും നാളെ എന്നുള്ള കാര്യം എനിക്കറിയാം. മെമ്പേഴ്സും കമ്പനിയും എല്ലാവരും എന്നെ നല്ലോണം ഉപദേശിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ എനിക്കൊന്നും അറിയില്ല. ഇനി അങ്ങോട്ട് ഞാൻ സത്യസന്ധമായിരിക്കാൻ പോവാണെന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് പറയുന്നത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ ബ്രദറിനെയും അതേപോലെ തന്നെ ഫ്രണ്ടിനെയും നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിരിക്കുമ്പോൾ ഇത് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ ബ്രദറും ഫ്രണ്ടും എന്നാൽ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ജങ്കൂക്ക് മാത്രമാണ് ആർമീസിനോട് സംസാരിക്കുന്നത്. അങ്ങനെ ജങ്കൂക്ക് ആർമീസിനോട് പിന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇനി കമ്പനി ഇതിനെക്കുറിച്ച് എന്താ പറയാമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്ന, നിങ്ങളിഷ്ടപ്പെടുന്ന, സത്യസന്ധമായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് തെറ്റ് ചെയ്താലും അത് സമ്മതിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് ആർമീസിൽ തന്നെ. അങ്ങനെ കുറേ ടൈപ്പ് ആളുകളുണ്ട്, പല ടൈപ്പ് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് ഈ സംഭവം പറയാനാവുമോയെന്ന് എനിക്ക് അറിയില്ല, കാരണം പറയാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം ഇത് കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നിങ്ങളെ മാറ്റിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് എങ്ങനെയാണ് പറയണ്ടേ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് ജങ്കൂക്ക് പറയുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്ക് ആർമീസ് ഇല്ലാതാവുമ്പോൾ ഞാൻ സന്തോഷമായിരിക്കുമോ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചിട്ട്, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ സന്തോഷമായിരിക്കുന്നുണ്ടാവും ആർമി ഇല്ലെങ്കിലും എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. ഇത് എനിക്ക് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നുണ്ട്, ജങ്കൂക്കിന് എന്താ പറയണമെന്നുണ്ട്. പക്ഷേ കമ്പനീൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ അതോ ഇനി ആർമീസിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ ആൾ ഇടയ്ക്ക് ഭയങ്കര സ്റ്റക്കാണ് സംസാരിക്കുമ്പോൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയണമെന്ന് വെച്ചാൽ, എനിക്ക് പാടാൻ ഇഷ്ടമുള്ളതും ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളതും ഒന്നും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടോ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല. ഞാൻ അങ്ങനെ ഒരു ആളല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനിപ്പോൾ എന്താ പറയണതെന്ന് തന്നെ എനിക്കറിയില്ല, നിങ്ങൾക്കത് മനസ്സിലാവുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിങ്ങനെ സാധാരണ കുറേ പാട്ടൊന്നും കേൾക്കുന്ന ആളല്ല, പക്ഷെ ഞാനിതിൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ജങ്കൂക്ക് പിന്നെ പറയണത്, ഞാൻ നല്ലതായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റീസൺ ജങ്കൂക്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം ഞാൻ ചെയ്യണതും ഇതാക്കണതൊക്കെ കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ കാണാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ജങ്കൂക്ക് പറയുന്നുണ്ട്, നംജുനേട്ടനാണെങ്കിൽ ഇപ്പോൾ ഇത് നല്ല രീതിക്ക് സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നേനെ, പക്ഷെ ഞാനായതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനും ഇതിനൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെ ഇത് പറയേണ്ടത്, നിങ്ങളോട് എങ്ങനെ എത്തിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് തെറി വിളിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശേഷമാണ് ജങ്കൂക്കിനെ ചിന്തിക്കുന്നത്, ചിലപ്പോൾ ഇനി ഞാൻ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ആകെ തെറ്റായാലോ, മേ ബി അതായത് ജങ്കൂക്ക് പറഞ്ഞതല്ല, പറഞ്ഞ രീതിക്ക് ആർമിക്ക് മനസ്സിലായ രീതി അങ്ങനെ ആയിട്ടില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ആളെ മുഖത്തുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ജങ്കൂക്ക് പറയണത് ഈ ലൈവ് മൊത്തം ഡിലീറ്റ് ചെയ്താലെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് ജങ്കൂക്ക് തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഇതൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, യൂട്യൂബിലൊക്കെ വരുമല്ലോ എന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജങ്കൂക്ക് ഞാനിപ്പോൾ എന്നെ ഈ ഒരു ലൈവ് വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മേ ബി ഈ ഒരു ലൈവ് വന്നതിനെ കുറിച്ച് ചിലപ്പോൾ ജങ്കൂക്ക് ആ ഒരു ടൈമിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവാതിരിക്കാം. പക്ഷെ എന്തായാലും കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ജങ്കൂക്കിന് പറയണമെന്നുണ്ട്, എന്നാൽ അതൊക്കെ പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ആ ഒരു കുറച്ച് നേരത്തെ സംസാരം. അത് ഫുള്ളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ പിന്നെ ജങ്കൂക്ക് ആർമീസിനോട് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നത്, ഞാൻ മനുഷ്യനല്ലെന്നുള്ള കാര്യം ജങ്കൂക്ക് പറയുന്നുണ്ട്. പിന്നെ മേ ബി ഈ ഒരു കംബാക്കൊക്കെ അടുത്തോണ്ടായിരിക്കും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, എനിക്ക് കംബാക്ക് അടുത്തോണ്ട് അങ്ങനത്തെ പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, അതായത് വരാൻ പോണ ആൽബത്തിനെ കുറിച്ചും നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുമല്ലോ എന്നറിയില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ ജങ്കൂക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ആർമീസിനോട് സോറിയും താങ്ക്സും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ പുറത്തുള്ള ഫ്രണ്ടിനെ അതേപോലെ തന്നെ ബ്രദറിനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ജങ്കൂക്ക് തൻ്റെ ഒരു ഫ്രണ്ടിനോട് ലോകത്ത് സത്യസന്ധമായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ള, അതായത് മുഴുവനായിട്ട് സത്യസന്ധരായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നത് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ജങ്കൂക്കും പറയുന്നുണ്ട്, ശരിയാണല്ലേ, എനിക്കും അതന്നെ തോന്നിയിട്ടുള്ളത്, അതായത് ലോകത്ത് അത്ര സത്യസന്ധരായിട്ടുള്ള ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം, അതായത് ലോകത്ത് അത്ര സത്യസന്ധരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ജങ്കൂക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജങ്കൂക്ക് പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ ആർമീസുമായിട്ട് എന്നും സത്യസന്ധനായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, കമ്പനി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ജങ്കൂക്ക് പറയുമ്പോൾ പിന്നെ ജങ്കൂക്ക് ഒരു നിമിഷം സ്റ്റക്കായിട്ട്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് കമ്പനീനെ ഭയങ്കര മോശമായിട്ട് പറയണ പോലെ ആവൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജങ്കൂക്ക്, കമ്പനി ഒരിക്കലും മോശമല്ല
കേട്ടോ, കമ്പനി ഒരിക്കലും മോശമല്ല, അവർ നല്ല കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്യരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കമ്പനി ഓരോന്ന് എന്നോട് പറയുന്നതും ഇതാക്കണതും ഒക്കെ. അല്ലാതെ അവരൊരിക്കലും മോശമല്ല, നല്ല കമ്പനിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. മേ ബി ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിരുന്നെങ്കിൽ, എനിക്കൊരു കമ്പനി ഒന്നും ഇല്ലാതെ ഞാനൊരു സോളോ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രം പറയാലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും, അതായത് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയണ അങ്ങനെ ചെയ്യുമായിരിക്കും എന്നുള്ള കാര്യമാണ് ജങ്കുക്ക് പറയുന്നത്. അതായത് ജങ്കുക്ക് ഉദ്ദേശിച്ചത്, ജങ്കുക്ക് ഒരു സോളോ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ കീഴിലല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കമ്പനീൻ്റെ ഇമേജിനെ കുറിച്ചോ അത് ഡാമേജ് ആവണതിനെ കുറിച്ചോ ജങ്കുക്കിന് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ജങ്കുക്കിന് സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് സ്വന്തം കാര്യങ്ങൾ മാത്രം പറയാം. പക്ഷേ ഈ ഒരു കമ്പനീൻ്റെ കീഴിലായിരിക്കുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റിന് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളും കമ്പനി ചിന്തിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ കമ്പനി മോശമായതുകൊണ്ടല്ല താനിങ്ങനെ പറയുന്നത്, കമ്പനി നല്ല കമ്പനിയാണെന്നാണ് ജങ്കുക്ക് ഉദ്ദേശിച്ചത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ജങ്കുക്ക് ഞാൻ ബാത്റൂമിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടൈമിൽ ഫ്രണ്ട്സിനോട് പാട്ട് പാടാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്, നീ എണീറ്റ് പോകുമ്പോൾ ലൈവ് എന്തിനാ ഇവിടെ ഓണാക്കി വെച്ചാൽ, നീ ബാത്റൂമിലേക്ക് അത് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ജങ്കുക്ക്, അയ്യ നീ എന്തീ പറയുന്നത്, ബാത്റൂമിലേക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള കാര്യം, നിനക്ക് ഭ്രാന്താണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെയും ജങ്കുക്ക് തിരിച്ചു വന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. അതിനിടയ്ക്ക് ആർമീസിനോട് ഞാൻ കുറേ തടി പോയില്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ തെറി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി തെറി പറയാൻ പറ്റുമെന്ന് അറിയില്ല, അതായത് ആർമീൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ദേഷ്യപ്പെടാൻ കൂടി പാടില്ല എന്നാണ് തോന്നുന്നത്. ഇനി അങ്ങനെ പാടില്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ ഫ്രണ്ട് എന്നാൽ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ടടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജങ്കുക്ക് നമുക്ക് രാമൻ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ജങ്കുക്കിന് ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ജങ്കുക്ക് പറയണത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ രാമൻ കഴിക്കണമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജങ്കുക്കിൻ്റെ ബ്രദർ കുറേ ടൈം ആയില്ലേ ഉറങ്ങാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പിന്നെ അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. ഇവർക്ക് പോകണമെന്നുണ്ട്, എന്നാൽ ജങ്കുക്കിന് പോകണ്ടെന്നുണ്ട്, ഫ്രണ്ടിനും കഴിക്കണമെന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പിന്നെ ജങ്കുക്കിൻ്റെ ബ്രദർ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ജങ്കുക്ക് രാമൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഈ ഫ്രണ്ട് ഒരു ബട്ടൺ ഞെക്കിയിട്ട് അത് റോങ് ബട്ടൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ സേഫ്റ്റി അലേർട്ട് ഓൺ ആയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്തേക്ക് കോൾ പോകുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്ക് ഈ ഒരു കോൾ എടുത്തിട്ട് സോറി അത് ഞാൻ അറിയാതെ വന്നതാണ് എന്നുള്ളത് ഇങ്ങനെ ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ഈ ഒരു ഫ്രണ്ടിനെ ചീത്ത വിളിച്ച് പിന്നാലെ പോകുന്നുണ്ട്. പിന്നെ രാമൻ ഉണ്ടാക്കാനായിട്ട് പോണ ആ ഒരു സമയത്ത് ജങ്കുക്കിന് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൻറ്റി അവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫുഡ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ രാമൻ ഇങ്ങനെ കുറച്ച് നേരം തരണിട്ട് പിന്നെ ജങ്കുക്ക് പറയുന്നുണ്ട്, ഇപ്പം ഉണ്ടാക്കണോ, ഇനി ഉണ്ടാക്കണ്ടേ, നാളെ ഇങ്ങനെ ചെയ്യേണ്ടതല്ലേ, ഇനിയിപ്പോൾ ഉറങ്ങി എനിക്ക് 3 മണിക്കൂറല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു രാമൻ ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം ജങ്കുക്ക് തീരുമാനമാക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഏതോ ഒരു ആർമി ജങ്കുക്കിനോട് ലൈവ് ഓഫ് ആക്കിയിട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ഒരു ലൈവ് വന്നത്, എന്നോട് അത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നാൽ എനിക്ക് സന്തോഷം എന്നുള്ള കാര്യം ആ ആർമിനോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ന് രാമൻ കഴിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ ഫ്രണ്ടിനോട് പറഞ്ഞ് സംസാരിച്ചിട്ട് ഒക്കെ തീരുമാനമാക്കി സെറ്റാക്കിയിട്ടാണ് ജങ്കുക്ക് ഈ ഒരു ലൈവ് ഓഫാക്കിയിട്ട് പോണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജങ്കുക്കിൻ്റെ ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡ്രങ്കൺ ലൈവിലുണ്ടായിരുന്ന സംഭവങ്ങൾ. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനി ഈ ഒരു ലൈവ് ഡിലീറ്റാക്കി കളയാൻ മാത്രമുള്ള ഒരു കാര്യമൊന്നും ജങ്കുക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലേ ഒരു മനുഷ്യനൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് വെച്ചാൽ അവസ്ഥ എന്തായാലും വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതിനൊരിക്കലും നമുക്ക് കമ്പനീനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതേപോലെ ജങ്കുക്ക് ഒരു ലൈവ് വന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ ജങ്കുക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാനും കുറ്റം പറയാനും ഹെയ്റ്റ് ചെയ്യാനും ട്രോൾ ഉണ്ടാക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ ഹേറ്റേഴ്സ് ആയിരിക്കാം, സാസങ്സ് ആയിരിക്കാം, ആൻറ്റീസ് ആയിരിക്കാം, ഈവൻ ഫാൻസ് പോലും ആയിരിക്കാം. അപ്പം അത് കമ്പനീൻ്റെ ഇമേജിനും ആർട്ടിസ്റ്റിൻ്റെ ഇമേജിനും ഭയങ്കര ഡാമേജ് തന്നെയാണ് വരുത്തി തീർക്കുക. അതുകൊണ്ട് തന്നെ കമ്പനി മാക്സിമം എങ്ങനെ ഈ ആർട്ടിസ്റ്റിനെ ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താം, എങ്ങനെ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവർക്ക് കൊണ്ടുവരാം, അതായത് ഇത്തരത്തിൽ മാറ്റി നിർത്താൻ പറ്റിയ ഈ ഒരു കാര്യമല്ലേ കമ്പനിയും ചിന്തിക്കുകയുള്ളൂ. ഇതൊക്കെ കോമൺ സെൻസോടെ നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ആരായാലും അവനാൻ്റെ കാര്യമല്ലേ, സ്വയം രക്ഷപ്പെടാനല്ലേ എപ്പോഴും നോക്കുള്ളൂ, സ്വന്തം ഇമേജ് രക്ഷപ്പെടുത്താനും. എന്തായാലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് ഓവറാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവരും ആർമീസും ഒക്കെ കൂടെ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ബൈ ബൈ ചിങ്കുത്.